ഇതെന്തോന്ന് കാണിക്കുന്നത്? തേയിലെന്നുള്ളന്ന് ആണാ? ഞാൻ വിചാരിച്ച് കറണ്ട് അടിച്ച് നിൽക്കുകയാണ്. അല്ല, മുതലാളി പറഞ്ഞേ വർക്കിന് നല്ല സ്പീഡ് വേണം. വർക്ക് സ്പീഡൊക്കെ അവിടെ നിൽക്കട്ടെ, പിച്ചി എവിടെ? കൊള്ളാം, ഇത്ര നേരം തേയിലെന്നുള്ളി എന്നോട് ചോദിക്കുന്നു പിച്ചി എവിടെ? അയ്യോ, പിച്ചി മുല്ലയല്ല, പിച്ചിയെ കൊളുന്തവിടെ. അത് കാണിച്ചു തരാം. ആ, കാണീര്. എവിടെ? അയ്യോ, എവിടെ എവിടെ? കാക്കവത്തി കൊണ്ടുപോയി. കൊളുന്തവിടെ? കൊളുന്ത്. ആ കൊളുന്താണ് ഇരിക്കണം, മനസ്സിലായ? നീ വരണ വഴി മുഴുവൻ ഇതുപോലത്തെ 7-10 കവർ ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോ എടുത്തോണ്ട് പോണം. എന്റെ പൊന്നു റാണി, അറിഞ്ഞൂടാത്ത പണി കയറി ഏക്കരുതേ. നിനക്ക് കൊളുന്തെന്നുള്ള അറിഞ്ഞൂടാ, പക്ഷെ ഈ തേയിലെന്നുള്ളത് ഒഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം. ശരി, എങ്കിൽ പോയി ഏലം പറയും. ഏലം നുള്ളുന്ന ഒഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, കുരുമുളക് പറക്കിയെടുത്ത് പോ. കുരുമുളക് നുള്ളുന്ന ഒഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം. ശരി, ഉണക്ക തേങ്ങയെങ്കിലും പറക്കിയ ഷെഡിലോട്ട് ഇടാൻ പറ്റുമോ? അതൊഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം. ആ, ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ, മനസ്സിലായ? കേറി വന്നോളും. രമേശ ഉച്ചക്കല്ലേ മിഷൻ വാളും കൊണ്ട് വരുമെന്ന് പറഞ്ഞത്? മിഷൻ വാളല്ല, ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞതാ. നിന്റെ ഈ മിഷനിൽ നിന്നാണ് വന്നത്? ആ, അത് ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അപ്പുറത്തെ ബ്ലോക്കിൽ 56-ാമത്തെ ബ്ലോക്കിൽ രമണിയെ ശാന്തയെ മറ്റവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഈ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് നിർത്തി എന്തിനാണെന്ന് അറിയാം? എന്തിനാ? എനിക്ക് നിന്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എന്നാ ഇത് കഴിച്ചിട്ടാവും ബാക്കി. എന്തോന്ന്? പോപ്കോൺ. പോപ്കോണല്ല, സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്. അതായത് സ്നേഹവും അലിവും ഒരു ഇഷ്ടമൊക്കെ നിന്റെ കൂടെ ഉണ്ട്. മനസ്സിലായ? ഒരു കത്ര കിട്ടുവോ? എന്തോന്ന്? അരിഞ്ഞങ്ങ് വീഴ്ത്താറുണ്ട്. തേയില. ആ, ഇപ്പോഴാണ് ഓർത്തത്. കത്രിക അവിടെ വീടിന്റെ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാമേ. ഇതൊന്നും കറക്റ്റ് ഇതിനകത്ത് തന്നെ ഭാര്യ ഇടണേ. അല്ല, പോവാൻ വരട്ടെ. മുതലാളി കുറച്ചു നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, എവിടായിരുന്നു? ഞാൻ കുറെ ദിവസം ജയിലിലായിരുന്നു. ഓ, എന്ത് പറ്റിയതാ? ഞാൻ ഒരു ദിവസം രാവിലെ എന്റെ എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ ഞാൻ ഉലാത്തുകയായിരുന്നു കേട്ടോ. ഒരു 350-450 കിലോ വരുന്ന ഒരു പോത്ത് നേരെ എന്റെ ഫ്രണ്ടിൽ വന്നങ്ങ് ചാടി. കാല് മടക്കി ഒരു അറ്റയാടി. അതിന്റെ സൈഡിൽ കാണുന്ന കൊക്ക ഉണ്ടല്ലോ, നേരെ അതിനകത്ത് എന്നങ്ങ് വീണ്. എനിക്ക് ഇത്രയും ധൈര്യമുള്ളവര് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കത്രി എടുത്തോണ്ട് വരാം കേട്ടോ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. 12 മണിക്കാണ് ഈ സുപ്രഭാതം പറയുന്നത്. നീലഗിരിയുടെ സഖികളെ എന്താ ഇവിടെ? ഇത് മൊത്തം മയിൽപ്പീലി കൃഷി. മയിൽപ്പീലിയോ? പിന്നെ തേയില നിനക്ക് അറിഞ്ഞൂടെ? അതാണോ ചോദിച്ചേ? ഇയാളെന്തോ ഈ ബക്കറ്റും വെള്ളമായിട്ട് ഇവിടെ? ഇവിടെ എന്ന് വെച്ചാ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണ്ടേ, അതിന് വന്നയാ. ഓഹോ, ബക്കറ്റൊക്കെ വെള്ളമൊക്കെ കോരി ഒഴിക്കാനുള്ള മഗ് എവിടെ? മഗ്ഗെന്ന് പറയുമ്പോ ഉണ്ടല്ലേ, ഇതിനിങ്ങനെ ഒഴിക്കണതായിരുന്നു. ദൈവമേ, ആപ്പാടെ ഒരു നിക്കറുണ്ടായിരുന്നു, അത് പോയി നനയ്ക്കുകയും ചെയ്തു. ഈ തണുപ്പത്ത് ഉണങ്ങത്തുമില്ല. കാറ്റുണ്ടോ ഇവിടെ? തെക്കൻ കാറ്റ് വീശുന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇന്ന് പുറത്തിറങ്ങുകയും വേണ്ട. താനോടത്തെ പണിക്കാരനാണോ? ഞാൻ ഇവിടുത്തെ പണിക്കാരനാ. ഓ, അറിയത്തില്ലേ? ഇല്ല, മനസ്സിലായില്ല. പണിക്കാരനായിരുന്നു. മുതലാളി എന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ജീവനല്ലേ. ഇത്ര നേരം മുതലാളി ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇപ്പൊ വരുവോ? അല്ല, എന്നെ മുതലാളി വഴക്ക് പറഞ്ഞോടോ. എന്തിനാ വഴക്ക് പറഞ്ഞ? എനിക്ക് കറക്റ്റ് ആയിട്ട് തേയിലെന്നുള്ള അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഇവിടെ സിന്ധു, ബിന്ദു, രമണി എല്ലാരും നേലമുള്ള പഠിപ്പിച്ച ഞാനല്ലേ? ആണോ? പിന്നെ എന്നെയും പഠിപ്പിക്കാവോ? കുട്ടിയെ ഞാൻ പഠിപ്പിക്കാം. സത്യമായിട്ട് എനിക്ക് ഈ പരോപകാരം ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. എന്റെ മെയിൻ എന്ന് പറഞ്ഞ സംഭവം അത് തന്നെ, എല്ലാരും സഹായിക്കുക. ശരിക്കും പറഞ്ഞ എനിക്ക് ചേട്ടനെ ഒറ്റ നോട്ടത്തിലെ ഇഷ്ടമായി. ഒറ്റ നോട്ടം മതി, ഇനി നോക്കണ്ട. എന്താ? പിന്നെ കണ്ട് കണ്ട് വെറുത്താലോ? ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടൊന്നും തോന്നല്ലേ. എന്താ? ഞാനിങ്ങനെ തുറന്നു പറയുന്ന ഒരാളാ. അയ്യോ, തുറന്നു പറയല്ലേ, അടി കിട്ടും. എന്താ? ഈ ഇടയ്ക്ക് നമ്മളവിടെ മീൻ വന്നത്. അപ്പൊ ലതച്ചേച്ചി കുളിച്ചോണ്ടിരിക്കാണ്. ഞാൻ കുളിമുറി തുറന്നിട്ട് പറഞ്ഞാണ് മീൻ വന്നത്. അങ്ങനെ എനിക്ക് അടി കിട്ടി. എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാവോ? തേയില നുള്ളാൻ പഠിപ്പിക്കുന്നതിന് ആദ്യം നമ്മൾ തേയിലയെ കുറിച്ച് പഠിക്കണം. ഈ തേയില എങ്ങനെ ഉണ്ടാവുന്ന അറിയാം? ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് കിളിച്ചല്ലേ വരുന്നത്? അതല്ല, തേയില ആദ്യം ഉണ്ടായത് ചൈനയിലാണ്. ആ, പിന്നെ ഈ മൂന്നാറിൽ എങ്ങനെ വന്നു? ഒരു ദിവസം ചൈനയെ കിടന്ന് ഈ തേയില ഉറങ്ങിയപ്പോൾ വിചാരിച്ച് എന്തുകൊണ്ട് മൂന്നാർ വന്ന് കിളിച്ചൂടും, അങ്ങനെ വന്ന് കിളിച്ചയാണ്. ഇനി തേയില അല്ലാതെ കിളിച്ചാണെന്ന് ഇപ്പൊ നിനക്ക് എന്തോ കൊടുത്തു നുള്ളാൻ പഠിക്കണം. അത് ഞാൻ പഠിക്കാം. എന്തായിരുന്നു പേരെന്താ? റാണി. റാണി. വിരൽ 4 തള്ളവരൽ ചുരുട്ടി ചൂണ്ടുവരലെ പിടിക്കുക, എന്നിട്ട് ഒറ്റ ചപ്പിളിക്കല്. അല്ല, ഒറ്റ പിടിക്കല്. ഇങ്ങനെ പിടിക്കുന്നു, നുള്ളി എറിയുന്നു. ഇങ്ങനെ പിടിക്കുന്നു, നുള്ളി എറിയുന്നു. ഇങ്ങനെ പറിക്കുന്നു, നുള്ളി എറിയുന്നു. തിയറി മതി, ഇനി പ്രാക്ടിക്കലി പഠിച്ചോണം. ചപ്പിളിക്കുന്നു, പറിക്കുന്നു, ചപ്പിളിക്കുന്നു, എറിയുന്നു, ചപ്പിളിക്കുന്നു, എറിയുന്നു, ചപ്പിളിക്കുന്നു, എറിയുന്നു, ചപ്പിളിക്കുന്നു, എറിയുന്നു. രണ്ടുപേരെ ചപ്പിളിക്കലൊന്ന് നിർത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ അടുത്ത് ഈ പരിസരത്ത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നാ? അല്ല, മുതലാളിയുടെ പണിക്കാരനല്ലേ ഇത്? എന്തോ പറഞ്ഞത്? മുതലാളിയുടെ പണിക്കാരനല്ലേ ഇത്? ആ പറഞ്ഞത് കറക്റ്റ്. ഇത് എന്റെ പണിക്കാരൻ. ഇവനെ പോലെ കറക്റ്റ് ആയിട്ട് പണി വരുന്ന വേറൊരു പണിക്കാരൻ ഈ എസ്റ്റേറ്റിലില്ല. അമ്മാതിരി പണിയാണ് എനിക്ക് തന്നെ, അറിയാമോ? മുതലാളി എന്നെ ഒന്ന് കയറ്റുമോ മുതലാളി? കയറ്റിവിടാം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടുന്ന് ബോംബെയിലോട്ട് ഒരു ലോറി പോകുന്നുണ്ട്, അതിൽ കയറ്റിവിടാം. ഈ ഏരിയയിൽ പിന്നെ കണ്ടുപോയത് അതിലല്ല എന്നെ ജോലിക്ക് കയറ്റുമോന്ന്. നീ എന്നെ എങ്ങനെ ജോലിക്ക് കയറ്റും? ഈ പരിസരത്ത് കണ്ടുപോയത് ഇറങ്ങിപ്പോ ഇനി അല്ല, ജോലി ഇല്ലേന്ന് ചോദിക്കാൻ വന്നത്. ജോലി ഇല്ല, എന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടെന്ന് പുള്ളി. എന്തിന്? ഇമാതിരി പണി കാണിച്ചാ പിന്നെ എങ്ങനെ പറഞ്ഞുകൂടായിരിക്കും? മുത്തു ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം, ഇല്ലെങ്കിൽ അടിക്കുക 7 പീസാക്കളെ എറിയാന്നെ. ആണ്ട് അടിക്കൂന്നൊക്കെ പറയുന്നത്. ശരി, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. ഇന്നാള് തന്നെ 500 കിലോ ഉള്ള ഒരു പോത്തിനെ ഒറ്റക്കാലിൽ തൊഴിച്ച് കൊക്കയിലിട്ട ആളാ നിൽക്കുന്നത്. എന്നിട്ട് ജയിലിലും പോയി. ആര് പറഞ്ഞത്? ആ പോത്ത് മുതലാളി. എടാ കള്ള, നീ കള്ളത്തരം പറഞ്ഞല്ലേ? പോത്തിനെ കൊണ്ട് ജയിലിൽ പോയതല്ല, പിന്നെ ഈ ചെടിയുടെ ഇടയിൽ കഞ്ചാവ് കൃഷി നടത്തി. കഞ്ചാവോ? ആര് കൃഷി നടത്തിയെന്ന് ചോദിച്ചേ. ആര് കൃഷി നടത്തിയത്? ഞാൻ. നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ല? എനിക്ക് അത് മതി. ഞാൻ എല്ലായിടത്തും സമ്മതിക്കും, പക്ഷെ പോലീസിന്റെ അടുത്ത് മാത്രം ഞാൻ സമ്മതിക്കൂല. എന്റെ പൊന്നറാണി, ഈ സംഭവം എന്താണെന്നറിയാമോ? ഇവൻ ഇങ്ങോട്ട് ഒരു ദിവസം എസ്റ്റേറ്റിലോട്ട് വന്നിട്ട് പറയുന്നത്, സാറേ ഈ 2 തേയിലയുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചീര വിത്ത് നട്ടോട്ടെ എന്ന് ചോദിച്ചു. ഇടകൃഷിയായിട്ട്. ആ ഛേദമില്ലാത്ത ഉപകാരമില്ലേ? ഞാൻ പറഞ്ഞു നട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് ചീര കിളിച്ചോ? കിളിച്ച് പൊങ്ങി ഈ പൊക്കത്തിന് വന്നു. ചീരയല്ല, കീടുക്ക് നീലച്ചടയം കണ്ട. അപ്പോഴേ തന്നെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് എന്നെ ഫോറസ്റ്റ് എടുത്തോണ്ട് പോയി. പിന്നെ ബാക്കിയുള്ള കഥ ഞാൻ പറയാം. ഞാൻ ചെന്നപ്പോ ഈ സിൽക്ക് ഷഡ് ഇട്ട് 3-4 പോലീസിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക. കുറെ പത്രക്കാര് വന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ എടുത്ത പോലീസുകാരുണ്ടല്ലോ, ഓടി വന്ന് തന്നെ 4-5 അടി. അതെന്തിനാ അങ്ങനെ അടിച്ചത്? അതിന്റെ ഒരു പ്രിന്റ് തരുമെന്ന് ഞാൻ ചോദിച്ചത്. മുതലാളി എന്നെ ജോലിക്ക് കയറ്റണം. നിന്നെ കയറ്റാൻ പറ്റൂല. എടാ നിന്റെ ഗ്യാപ്പിൽ ആ വേക്കൻസിയിലല്ലടാ ഞാൻ ഇവിടെ റാണി എവിടെ ജോലിക്ക് കയറ്റി. റാണി ഒരു കാര്യം ചെയ്യും, റാണി പോ, ഞാൻ ഇവിടെ ജോലിക്ക് ചെയ്യുന്നോട്ടെ. കുറച്ച് മുന്നേ എന്നെ നുള്ളാൻ പഠിപ്പിച്ചില്ലായിരുന്നു, ഞാൻ പഠിച്ചു. നിന്നെ അവിടെ ജോലി കയറ്റാൻ പറ്റൂല ഞാൻ പറഞ്ഞ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിനക്കുള്ള ഞാൻ തരാം. ഹലോ, എന്ത്? ആ ടെക്ലസ് മുതലാളിയാണ്. പറഞ്ഞോ. എന്ത് സാറേ? അല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തന്നെ വരാം. അല്ല, 1 മിനിറ്റ് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഓടി ഇങ്ങനെ നടന്നെങ്കിലും വരാം സാറേ. നമ്മളിവിടുന്ന് പഞ്ചസാര ഫാക്ടറിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോയില്ലേ 1 ലോറി പഞ്ചസാര? അതവിടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെന്ന് പഞ്ചസാരയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. മുതലാളി പേടിക്കേണ്ട കാര്യമില്ല. ഈ കഞ്ചാവിനാണ് 6 മാസം എന്നൊക്കെ. ഈ മയക്കുമരുന്നിന് മിനിമം ഒരു 6-7 കൊല്ലമൊക്കെ കിടക്കേണ്ടി വരും. 6-7 കൊല്ലം കിടക്കേണ്ടി വരുമോ? മുത്തു പോവാൻ പരട്ടിങ് വാ. എന്താ മുത്തു വാ. എടാ, ഞാൻ വളരെ ഡീസന്റ് ആയിട്ടാണ് പഞ്ചസാര ഫാക്ടറി നടത്തിക്കൊണ്ട് പോയത്. അതിനകത്ത് എങ്ങനെ കഞ്ചാവ് വന്ന്? അത് മാത്രമല്ല, നീ എസ്റ്റേറ്റിൽ കയറാതിരിക്കാൻ വേണ്ടി എന്റെ 3-4 കണ്ണുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എങ്ങനെ കൃത്രിമത്വം നടന്നു പറ. മുതലാളി 24 മണിക്കൂർ ഈ തേയില ശ്രദ്ധിച്ചോണ്ടിരുന്ന് ആ സമയത്ത് എന്റെ ശ്രദ്ധ മൊത്തം ആ 3 ഗോഡൌണിലായിരുന്നു. അങ്ങനെ പഞ്ചാരയുടെ മയക്കുമരുന്ന് കെട്ടി അങ്ങ് വിട്ടു. എനിക്കും ജീവിക്കണ്ടേ? അയ്യോ, ഇതൊന്നും ഊരി തരുമോ പെട്ടെന്ന്? ഇവിടുന്ന് ഷർട്ട് ഊരിക്കൊണ്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറെ പ്രയോജനങ്ങളുണ്ട്. എന്താ പ്രയോജനം? ചെന്നപാട് ഊരടാ ഷർട്ട് എന്ന് പറഞ്ഞോട്ട് 4-5 അടി അവന്മാരെന്തായാലും അടിക്കും. ആ 4 അടി എനിക്ക് ലാഭിച്ചൂടെ? ഒരു കാര്യം ചെയ്യും, മുതലാളി പൊക്കോ. അപ്പൊ നീയാ? ഞാൻ എവിടെ കൊളുന്തുന്നുള്ള പഠിപ്പിക്കാം. നീ അവിടെ കൊളുന്തുന്നുള്ള പഠിപ്പിക്കണ്ട. നുള്ളടി അങ്ങോട്ട്. ഇപ്പോഴാണ് ഇവള് കറക്റ്റ് ആയിട്ട് നുള്ളാൻ പഠിച്ചത്. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.